ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു സിമ്പിൾ മാങ്ങാപ്പുളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്, തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ വീട്ടിലൊന്ന് പോയപ്പോൾ അമ്മ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഞാനിത് മാങ്ങാപ്പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ വെച്ചിട്ട് വേണം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മളിതിൽ വേറെ പുളിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മാങ്ങ ഉണ്ടല്ലോ, ഇതിവിടെ വീട്ടിലുള്ള മാങ്ങയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടു, ഈ മാവുണ്ടല്ലോ, ഇത് ഞാനൊരു 4 വർഷം മുന്നേ നഴ്സറിയിൽ നിന്ന് ചെറിയൊരു തൈയാവുമ്പോൾ വാങ്ങിച്ചതാട്ടോ. അധികം ഉയരം വെക്കാത്തത് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നതാണ്. വാങ്ങിക്കുന്ന സമയത്ത് അത് മാവിൻ്റെ പേരുണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഈ മെയ് മാസം പകുതിയോടായപ്പോഴാണ് ഇത് മാവ് പൂത്തതും മാങ്ങ ഉണ്ടായതൊക്കെ. അങ്ങനെ ഒരുപാട് മാങ്ങയൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ കുറച്ചുണ്ടായിട്ടുണ്ട്. ഇതൊരു നീളത്തിലുള്ളൊരു മാങ്ങയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. എന്താ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് വീട്ടിൽ ഓരോരുത്തർ വരുമ്പോൾ ഓരോ പേരുകളൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്, നിങ്ങൾക്ക് അറിയാമോ ഇതിൻ്റെ പേരെന്താന്ന് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ മാവ് എന്താണ് പറയുക, തോലുമ്മിൽ ചെറിയ ഇങ്ങനെ കറുത്ത ഡോട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മുന്നോട്ട് അങ്ങനെ എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മഴയൊക്കെ ആവും ചെയ്തില്ലേ. അപ്പോൾ ഇത് എത്രത്തോളം വലിപ്പം വയ്ക്കുന്നോ ഇതിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് അറിയില്ല. പക്ഷെ നല്ല പുളിയുണ്ട് മാങ്ങ. ഇതിൻ്റെ മുന്നേ ഞാനൊരു പച്ചമാങ്ങ പറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാങ്ങാപ്പുളി മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോണത്. ചില മാങ്ങകൾ നോക്കിക്ക് നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ ആ ഷേപ്പിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാവ് ആദ്യമായിട്ട് പൂത്തതിൻ്റെ ആ സന്തോഷത്തിൽ ആ ടൈമിൽ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഏതായാലും നമുക്കിനി മാങ്ങാപ്പുളി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില, ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. മാങ്ങ ഒരു 1/4 വേവാവുന്ന സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മാങ്ങ ഒരു 1/4 വേവായപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടത് ഞാനിത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരെണ്ണം എടുക്കുന്നുള്ളൂ, അത്യാവശ്യം എരിവുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ ഒരു പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി പകുതി നമുക്ക് വറുത്തിടുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ പകുതി എടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അങ്ങനെ കറി നന്നായി തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. മാങ്ങ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി മൺചട്ടിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് തീ ഓഫാക്കിയാലും ആ ചൂടിലിരുന്ന് ഒന്നും കൂടെ കുറുകി വരുമല്ലോ. അപ്പോൾ നമുക്കിനി തീ ഓഫാക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം. അതാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, കറിവേപ്പില, പിന്നെ നമ്മൾ മാറ്റി വെച്ചില്ലേ ചെറിയ ഉള്ളി ഉണക്കമുളക് കൂടെ കുത്തിയത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും അവസാനം ഞാനിതാ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി മാത്രം ഒരു തരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടി പോവാതെ നോക്കണേ. അത് ഞാൻ എപ്പോഴും ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങാപ്പുളി റെഡിയായി. ഇത് പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ മാങ്ങ കൊണ്ടുള്ള വേറെയും റെസിപ്പികളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.